ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് DC എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമ ഉണ്ടോ, മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമ്മുടെ ലോകേഷ്, വാമിക, അതേപോലെ സഞ്ജന, പിന്നെ നമ്മുടെ അനിരുദ്ധ്, ഇവരെല്ലാരും ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, ആ ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ലോകേഷിന്റെ സിനിമകളാണ്, ലോകേഷ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ആ ഒരു വ്യക്തി സിനിമ നടനായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ മൂപ്പരെ കൊണ്ട് ആ ഒരു റോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് തുടക്കം മുതൽ എൻഡ് വരെ നമുക്ക് നമ്മളെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ആ ഒരു സിനിമയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീല് ശരിക്കും ഈ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയെന്ന് തന്നെ പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ആളോട് എനിക്കൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഫസ്റ്റ് മുതൽ എൻഡ് ഓഫ് ദ, അതായത് പടത്തിന്റെ അവസാനം വരെ എനിക്ക് ആ സിനിമയിൽ നിന്നും മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് വേറൊരു ഭാഗത്തൊക്കെ ഡൈവേർട്ട് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. കാരണം ആ സിനിമയുടെ കൂടെ വരുന്ന നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്, സോങ്സ്, പിന്നെ ഫൈറ്റ്, ഡയലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ സിനിമയിലുള്ളൂ. ബാക്കിയെല്ലാം ആക്ഷനും പിന്നെ നമ്മുടെ എന്താ പറയാ, കുറച്ച് ഇമോഷൻ സാധനങ്ങളും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള നല്ല ഒരു ലോകേഷിന്റെ ഒരു സിനിമ. അതായത് ഒരു നല്ല ഒരു സിനിമ. ഫസ്റ്റ് മൂവി തന്നെ അങ്ങേര് തകർത്തിട്ടുണ്ട് തന്നെ പറയണം. പലരും പറഞ്ഞ ഈ സിനിമയിൽ വലിയ കഥയൊന്നുമില്ല, ചുമ്മാ വെടിവെപ്പും അത് ഇത് എന്നൊക്കെ ആയിട്ടൊരു പോകുന്ന കഥയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിലും നല്ല ഒരു കഥയുണ്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കഥ അതിലുണ്ട്. പല സാഹചര്യം ആ കഥയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. എൻഡ് ഓഫ് ആ പടത്തിന്റെ അവസാനം, ക്ലൈമാക്സ് എത്രങ്ങാട്ടി മുന്നേ എന്തിനായിരുന്നു ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം അവർ കളക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കളക്ട് ചെയ്യുന്ന സാധനം എന്തിനായിരുന്നു എന്നടക്കം നമുക്ക് കാണിച്ചു തന്നിട്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ക്ലൈമാക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇതോടെ എല്ലാവരും ഈ ആ ഒരു സിനിമയിൽ അഭിനയിച്ച പകുതി മുക്കാൽ ആൾക്കാരും, അതായത് നായകനും നായിക എല്ലാവരും തീരുമെന്ന് വിചാരിക്കും. പക്ഷെ അവിടെയും നല്ലൊരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ട്വിസ്റ്റ് തന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കും പിന്നെ വാമിക, ലോകേഷ്, പിന്നെ നമ്മുടെ സഞ്ജനക്ക് കുറച്ച് ഒരു സീനേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലോകേഷിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റ് അഭിനേതാക്കളും എല്ലാവരും എന്താ പറയണ്ടേ, എല്ലാവരും വളരെ നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണണം. കാരണം അതിന്റെ സൗണ്ട് എഫക്റ്റും മ്യൂസിക്കും പാട്ടും പിന്നെ നമ്മുടെ വേടന്റെ ഒരു സോങ് ഇടയ്ക്ക് വരുന്നുണ്ട്, അതും എല്ലാം, അതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കാണണം. കണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. നമ്മൾ OTT വന്നതിന് ശേഷം ഫോണിലോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര ഫീല് കിട്ടത്തില്ല. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ സൗണ്ടും നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അത് മസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ അനിരുദ്ധ് മച്ചാൻ തകർത്ത് അതിൽ എന്താ പറയാ, മ്യൂസിക് പൊളിച്ചടക്കിയിട്ടുണ്ട് തന്നെ പറയണം. ഞാനിടക്ക് സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ സിനിമക്ക് പോകണം മുന്നേ അടക്കം ഞാൻ ഈ സോങ് ഒരുപാട് വട്ടം കേട്ടിട്ട് നമ്മൾ ചുമ്മാ ബൈക്കുമ്മ പോകുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ ഒക്കെ ഈ ഒരു പാട്ട് എപ്പോഴും നമ്മുടെ ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. അത്രയും രസകരമായിട്ടാണ് ആ ഒരു മ്യൂസിക് നമ്മുടെ അനിരുദ്ധ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിന്റെ സിനിമയും ഒന്നും പറയാല്ല. മസ്റ്റ് വാച്ച്, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് ഈ DC എന്ന് പറയുന്ന ഒരു സിനിമ. എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള എൻ്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. അപ്പൊ അടുത്ത സിനിമയുടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.